ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തുടങ്ങുന്നത് 100 ദിവസത്തെ സ്റ്റഡി പ്ലാനിലെ ആദ്യ ക്ലാസ് ആണ്. ഡേ 1 നമ്മൾ പഠിക്കുന്നത് അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഇവയാണ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക്, അതായത് അക്കൗണ്ടിംഗ് എങ്ങനെ നടത്തണമെന്ന് ഡയറക്ഷൻ നൽകുന്ന നിയമങ്ങൾ. ആദ്യം നമുക്ക് അക്കൗണ്ടിംഗ് കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കാം. അക്കൗണ്ടിംഗ് കൺസെപ്റ്റിലെ ഫസ്റ്റ് വണ്ണാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഇത് പറയുന്നത് ബിസിനസ് സ്ഥാപനവും ഉടമയും രണ്ടും വേറെയാണ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അതായത് ഓർഗനൈസേഷനെ വേറെ തന്നെ എൻറ്റിറ്റിയായി കണക്കാക്കും. അതുകൊണ്ട് തന്നെ ഓണറിന്റെ പേഴ്സണൽ ട്രാൻസാക്ഷൻ ബിസിനസ് ട്രാൻസാക്ഷനിൽ ചേർക്കാൻ പാടില്ല. ഈ കൺസെപ്റ്റ് പ്രകാരം എല്ലാ ട്രാൻസാക്ഷനുകളും കണക്കാക്കപ്പെടുന്നതും റെക്കോർഡ് ചെയ്യപ്പെടുന്നതും ഓർഗനൈസേഷന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നായിരിക്കും. അതുകൊണ്ടാണ് ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ പോലും ഓർഗനൈസേഷന് ഒരു ഒബ്ലിഗേഷൻ ആകുന്നത്. അതുപോലെ ഓണർ എന്തെങ്കിലും പേഴ്സണൽ എക്സ്പെൻസ് ബിസിനസ്സിൽ നിന്ന് പേ ചെയ്താൽ അത് ഡ്രോയിങ്സ് ആയിട്ട് കണക്കാക്കുകയും ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഓർഗനൈസേഷന് ഓണർക്ക് കൊടുക്കേണ്ട ബാധ്യത കുറയുകയും ചെയ്യും. ഇതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ പറയുന്നത്. അതായത് ഓർഗനൈസേഷനെ വേറെ തന്നെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ട് കാണുക. ഓണറിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് വേറൊരു ഇതായിട്ട് കാണുന്നതാണ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അടുത്തതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഇൻ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഒരു ബിസിനസ് ഉടനെ അടച്ചുപൂട്ടാതെ ഭാവിയിലും തുടർന്നുകൊണ്ടിരിക്കും എന്ന് കരുതിയാണ് അക്കൗണ്ടിംഗ് ചെയ്യുന്നത്. ഒരു കമ്പനി അക്കൗണ്ടുകൾ തയ്യാറാക്കുമ്പോൾ അത് ഇന്നല്ല നാളെയും പ്രവർത്തിക്കും എന്ന മുൻകൂർ ധാരണയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ മെഷീൻ, ബിൽഡിംഗ്, ഫർണിച്ചർ തുടങ്ങിയ അസറ്റുകളൊക്കെ വാങ്ങുമ്പോൾ ഒരൊറ്റ വർഷത്തേക്ക് മാത്രമല്ല നാളെയും ഉപയോഗിക്കും എന്ന നിലയിൽ വില കണക്കാക്കുന്നത്. അതിന് നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കമ്പനി 6 വർഷത്തേക്ക് ഉപയോഗിക്കാനായി ഒരു 8 ലക്ഷം രൂപയുടെ മെഷീൻ വാങ്ങുന്നു. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം ആ മെഷീൻ 5 വർഷത്തേക്ക് ഉപയോഗിക്കുമെന്ന് കരുതി ഡിപ്രീസിയേഷൻ കുറച്ച് എല്ലാ വർഷവും അക്കൗണ്ടിൽ കാണിക്കും. ഈ കൺസെപ്റ്റാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷന് ബേസിസ് ആയിട്ട് കണക്കാക്കുന്നത്. കാരണം അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് വാല്യൂ ചെയ്യുന്നത് ഈ വർഷത്തേക്ക് മാത്രമല്ല, ആണോ? അല്ലല്ല, വരും വർഷങ്ങളിലേക്കും കൂടി വേണ്ടിയാണ്. ഇതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ പറഞ്ഞത്. എന്താണ്? ഓർഗനൈസേഷൻ ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം ഉണ്ട്. അത് പെട്ടെന്നൊന്നും അടച്ചുപൂട്ടില്ല. അത് കുറേ നാളത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്നത് എന്ന് പറയുന്നതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അടുത്തത് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം ഒരു സ്ഥാപനത്തിന് ഇൻഡെഫിനിറ്റ് ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു സ്ഥാപനത്തിന്റെ മുഴുവൻ ജീവിതകാലം ഒരു അക്കൗണ്ടിൽ കാണിക്കുക പ്രായോഗികമല്ല, അല്ലേ? അതുകൊണ്ട് ബിസിനസിന്റെ ലൈഫ് നിശ്ചിത ടൈം പീരീഡിൽ ഡിവൈഡ് ചെയ്ത് അതിനനുസരിച്ച് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അതേപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്നിവ കണക്കാക്കും. ഇതിനെയാണ് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സാധാരണമായി അക്കൗണ്ടിംഗ് പീരീഡ് ഒരു വർഷമായിരിക്കും. നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ ഏപ്രിൽ ടു മാർച്ച് അല്ലെങ്കിൽ ജനുവരി ടു ഡിസംബർ. ഓരോ പീരീഡിന്റെ അവസാനം ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുകയും ഇങ്ങനെയുള്ള കാലയളവിനെ അക്കൗണ്ടിംഗ് പീരീഡ് എന്ന് കണക്കാക്കാം. ഇതാണ് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റിൽ പറയുന്നത്. അടുത്തത് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. അക്കൗണ്ടിൽ പണത്തിൽ അളക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. പണത്തിൽ അളക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ്, അവരുടെ കാര്യക്ഷമത, അവരുടെ സത്യസന്ധത, മാനേജറിയൽ സ്കിൽസ്, ഇതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഒൺലി മോണിറ്ററി ടേംസിൽ അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരം നമുക്ക് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അടുത്തതാണ് ആക്യുറൽ കൺസെപ്റ്റ്. ചിലവുകളും വരുമാനങ്ങളും ക്യാഷ് ലഭിച്ചോ നൽകിയോ എന്നല്ല, അവ സംഭവിക്കുന്ന കാലയളവിൽ തന്നെ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. റവന്യൂ ഏൺ ചെയ്ത സമയത്ത് റെക്കോർഡ് ചെയ്യണം. അവിടെ ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്ന് നോക്കണ്ട. നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, അക്കൗണ്ടിംഗ് പീരീഡ് ഏപ്രിൽ 2024 ടു മാർച്ച് 2025 അക്കൗണ്ടിംഗ് പീരീഡ് എന്ന് ഓർക്കുക. അതിൽ ഒരു കമ്മീഷൻ നമുക്ക് കിട്ടാനുണ്ട്, പക്ഷെ ക്യാഷ് കിട്ടിയിട്ടില്ല. ക്യാഷ് കിട്ടുന്നത് ജൂൺ 2025, അതായത് ആ അക്കൗണ്ട് പീരീഡ് കഴിഞ്ഞിട്ടാണ് നമുക്കത് ക്യാഷ് കിട്ടുന്നത്. എങ്കിലും ആ കമ്മീഷൻ 2024-25 റവന്യൂ ആയിട്ട് കണക്കാക്കണം എന്നാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്.
അതുപോലെ തന്നെ എക്സ്പെൻസ് ഉണ്ടായ സമയത്ത് റെക്കോർഡ് ചെയ്യണം. അവിടെ ക്യാഷ് പേ ചെയ്തോ ഇല്ലയോ എന്ന് നോക്കണ്ട. ഉദാഹരണം പറഞ്ഞാൽ സെയിം ഏപ്രിൽ 2024 ടു മാർച്ച് 2025 അക്കൗണ്ട് പീരീഡ് എടുക്കുക. മാർച്ച് 2025 സാലറി ഡ്യൂ ആകുന്നത് മാർച്ചിൽ തന്നെയായിരിക്കും. പക്ഷെ അവിടെ ക്യാഷ് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. ക്യാഷ് കൊടുക്കുന്നത് ഈ അക്കൗണ്ട് പീരീഡ് കഴിഞ്ഞിട്ട് ഏപ്രിൽ 2025 ആ സാലറി ഏപ്രിൽ 2024 മാർച്ച് 2025 ആ അക്കൗണ്ട് പീരീഡിൽ തന്നെ കണക്കാക്കണം. കാരണം ക്യാഷ് കൊടുക്കുന്ന സമയമല്ല നമ്മൾ നോക്കേണ്ടത്, ഡ്യൂ ആകുന്ന സമയമാണ് നമ്മൾ നോക്കേണ്ടത്. ഇന്ന് അക്കൗണ്ടിംഗ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് അക്രൂവൽ കൺസെപ്റ്റ് പ്രകാരമാണ്. അടുത്തത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് പറയുന്നത് ഓരോ ബിസിനസ് ഇടപാടിനും രണ്ട് വശങ്ങളുണ്ട്. ടെക്നിക്കലി കോൾഡ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഒരു ട്രാൻസാക്ഷൻ അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ 60,000 രൂപയ്ക്ക് നമ്മളൊരു മെഷീൻ വാങ്ങുന്നു. ഇവിടെ 60,000 ക്യാഷ് കുറയുകയും 60,000 രൂപയുടെ മെഷീൻ വരുന്നു. ഓർ നമ്മൾ ബാലൻസ് ഷീറ്റിൽ മെഷീന്റെ വാല്യൂ കാണിക്കില്ലേ, ആ ടോട്ടൽ വാല്യൂവിൽ 60,000 കൂടുന്നു. ഇങ്ങനെ ഇടപാടുകളുടെ ഡ്യുവാലിറ്റിയെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് ഇക്വേഷനിലൂടെയാണ്. ആ അക്കൗണ്ടിംഗ് ഇക്വേഷനാണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്? ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രകാരം. അടുത്തത് മാച്ചിങ് കൺസെപ്റ്റ്. ഒരു കാലയളവിലെ വരുമാനത്തോട് ബന്ധപ്പെട്ട ചിലവുകൾ അതേ കാലയളവിൽ തന്നെ രേഖപ്പെടുത്തണം. എന്നാലേ നമുക്ക് ശരിയായി ആ പീരീഡിലെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണക്കാക്കാൻ സാധിക്കുള്ളൂ. ഇത് നടത്തുന്നത് കുറെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടാണ്. അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം തുടങ്ങിയ അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് നമ്മൾ ഒരേ കാലയളവിലെ എക്സ്പെൻസിനെയും റവന്യൂവിനെയും ബന്ധിപ്പിച്ച് പ്രോഫിറ്റ് ഓർ ലോസ് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് റിയലൈസേഷൻ കൺസെപ്റ്റ്. വരുമാനം അത് ഏൺ ചെയ്ത മാത്രമാണ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. ക്യാഷ് കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ ഒരു കസ്റ്റമറിൽ നിന്ന് ജസ്റ്റ് ഒരു ഓർഡർ കിട്ടിയാൽ അത് റവന്യൂ ആയി കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെയോ ഓർഡർ ചെയ്ത കസ്റ്റമർക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുകയും ബില്ല് ചെയ്യുകയും ചെയ്താലേ റവന്യൂ ആയി കണക്കാക്കാൻ പറ്റുകയുള്ളൂ. ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്ന് നോക്കേണ്ടതില്ല. അതുപോലെ ഡിസംബർ 2024 ഒരു സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ജനുവരി 2025 അതിന് നമുക്ക് പണം ലഭിച്ചത്. എങ്കിലും ആ റവന്യൂ ഡിസംബർ 2024 റവന്യൂ ആയി കണക്കാക്കണം. ഇതാണ് റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റിൽ പറയുന്നത്. അടുത്തത് കോസ്റ്റ് കൺസെപ്റ്റ്. കോസ്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത് ഒരു അസറ്റ് വാങ്ങിയ സമയത്തെ വിലയാണ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലാതെ അതിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂവിലല്ല. അസറ്റിന്റെ വില കാണുമ്പോൾ അത് വാങ്ങിയ വിലയും, നമ്മളിപ്പോൾ ഒരു മെഷീൻ ആണ് വാങ്ങുന്നതെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് വരെയുള്ള ക്യാപിറ്റൽ കോസ്റ്റും അസറ്റിന്റെ വിലയായി നമുക്ക് റെക്കോർഡ് ചെയ്യാവേ. ഉദാഹരണം, ഒരു മെഷീൻ 50,000 രൂപയ്ക്ക് നമ്മൾ വാങ്ങി, 5,000 രൂപ ഇൻസ്റ്റാളേഷൻ ചാർജും വന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 55,000 രൂപ. അതിന്റെ നിലവിലെ മാർക്കറ്റ് വില ഇപ്പോൾ 60,000 ആയാലും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഏത് എമൗണ്ട് ആയിരിക്കും? 55,000 രൂപയായിരിക്കും. ഇതാണ് കോസ്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത്. ഇനി നമുക്ക് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പഠിക്കാം. ഒരു ബിസിനസിന്റെ സാമ്പത്തിക ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട പൊതുവായ നിയമങ്ങളാണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. ഇതിനകത്ത് കുറേ എണ്ണം നമ്മൾ പറഞ്ഞ കൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൻറ്റിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞു, ഗോയിങ് കൺസേൺ പറഞ്ഞു, കോസ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട്, അക്കൗണ്ടിംഗ് പീരീഡ്, റവന്യൂ റെക്കഗ്നേഷൻ, മാച്ചിങ് പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ നമ്മൾ ആ കൺസെപ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് തന്നെയാണ് നമ്മുടെ പ്രിൻസിപ്പിൾ വരുന്നത്. അടുത്തത് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. ബിസിനസിന്റെ സാമ്പത്തിക നിലയെ പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുന്നതിനായി അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകളിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും നമ്മൾ വെളിപ്പെടുത്തണം. റിലവന്റ് ഇൻഫർമേഷൻ നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ടിജന്റ് ലയബിലിറ്റീസ്, പെൻഡിങ് ലോ സ്യൂട്ട്സ്, ലോൺ ഗ്യാരണ്ടീസ് എന്നിവ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കണം. ഇതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. റിലവന്റ് ഇൻഫർമേഷൻ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം, വെളിപ്പെടുത്തിയിരിക്കണം. അടുത്തതാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. ഒരു കമ്പനി ഒരിക്കൽ സ്വീകരിച്ച അക്കൗണ്ടിംഗ് മെത്തേഡ് എല്ലാ
വർഷവും തുടർച്ചയായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ ഇയർ ടു ഇയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഇപ്പൊ ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഒരു കമ്പനി അങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതേ മെത്തേഡ് എല്ലാ വർഷവും തുടരണം. ഇനി എന്തെങ്കിലും ഇത് മാറ്റം വരുത്തുകയാണെങ്കിൽ അത് നോട്ട്സിൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ നോട്ട്സിൽ കൊടുക്കണം. ഇതാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്തതാണ് കൺസർവേറ്റിസം. എല്ലാ നഷ്ടങ്ങളും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യണം, ബട്ട് പ്രോഫിറ്റ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യരുത്. അതായത് നമ്മുടെ വരുമാനം നമ്മൾ ഒരിക്കലും ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, എന്നാൽ നഷ്ടങ്ങളോ അണ്ടർ എസ്റ്റിമേറ്റും ചെയ്യരുത്. ഒരു ജാഗ്രത പാലിക്കണം നമ്മൾ. അതിന്റെ ഉദാഹരണമാണ്, ഇപ്പം സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. അതായത് സ്റ്റോക്കിന്റെ വില മാക്സിമം നമ്മൾ കുറച്ച് കാണിക്കുക ചെയ്യുന്നത്. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയാ കാര്യങ്ങൾ വരുന്നതെന്ന്, അതുകൊണ്ട് മാക്സിമം നമ്മൾ കുറച്ച് കാണിക്കും. അതുപോലെ കണ്ടിജന്റ് ലയബിലിറ്റീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നോട്ട്സ് ആയി കൊടുക്കുന്നത് ലോസ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. കണ്ടിജന്റ് ലയബിലിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു സാമ്പത്തിക നഷ്ടത്തെയാണ് കണ്ടിജന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഒരു കേസ് നിലവിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഭാവിയിൽ അതിന്റെ വിധി കമ്പനിക്ക് എതിരായി വരികയും ഒരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരികയും വന്നാൽ എന്താകും? നമുക്കൊരു നഷ്ടം വരികയില്ലേ? അതാണ് കണ്ടിജന്റ് ലയബിലിറ്റി. അതായത് നിലവിൽ അങ്ങനെ ഒരു ലയബിലിറ്റി ഇല്ല, പക്ഷെ ഭാവിയിൽ വന്നേക്കാം. അതാണ് കണ്ടിജന്റ് ലയബിലിറ്റി. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ താഴെ നോട്ട്സ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ വരാനിരിക്കുന്ന പ്രോഫിറ്റിനെ നമ്മൾ ഒരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യില്ല, കാരണം നമ്മൾ ഉൾപ്പെടുത്തിയില്ല. പക്ഷേ എല്ലാ പോസിബിൾ ലോസസും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കണം. ഈ കൺസെപ്റ്റിന്, ഈ പ്രിൻസിപ്പിളിന് വേറൊരു പേരും കൂടിയുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രൂഡൻസ് കൺസെപ്റ്റ്. അടുത്തതാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തണം, ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കാം. ഈ കാര്യം പറയുന്നതാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. ഡിസിഷൻ മേക്കിങ്ങിനായി റിലവന്റ് ഇൻഫർമേഷൻ മാത്രം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുക. മെറ്റീരിയൽ ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ആണ് മെറ്റീരിയൽ ഇൻഫർമേഷൻ. ഇമ്മീഡിയറ്റ് ഐറ്റംസ് ക്യാൻ ബി ഇഗ്നോർഡ് ഓർ ക്ലബ്ഡ് ടുഗദർ. ഒന്നെങ്കിൽ അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയും കൂടിയെങ്കിലും ക്ലബ് ചെയ്യാം. അതായത് ഇപ്പം ചെറിയ എക്സ്പെൻഡിച്ചർ, അതുപോലെ ഇൻസിഗ്നിഫിക്കന്റ് ഐറ്റംസ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, 10 രൂപ വിലയുള്ള ഒരു പെന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ അസറ്റ് ആയിട്ട് കാണിക്കില്ല, മറിച്ച് എന്താ, ഒരു എക്സ്പെൻസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുക. എക്സ്പെൻസിലേക്ക് അതെന്ത് ചെയ്യും? ക്ലബ് ചെയ്യും. അതൊരു അസറ്റ് ആയിട്ട് പെന്ന് വെക്കാറില്ല. പക്ഷെ അതേ സമയത്ത് ഒരു 50,000 രൂപയുടെ ഫർണിച്ചർ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അത് അസറ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അതായത് പ്രധാനപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെറിയ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. ഇതാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ഫേമിന് മെറ്റീരിയൽ ആയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ മറ്റൊരു ഫേമിന് മെറ്റീരിയൽ ആയിരിക്കണമെന്ന് ഇല്ല. കാരണം ഇപ്പോൾ ഒരു ചെറിയ ഫേമിനെ സംബന്ധിച്ച് അവരുടെ ചില എക്സ്പെൻഡിച്ചർ ഒക്കെ അവർക്ക് വലിയതായിരിക്കും. പക്ഷെ ഒരു വലിയ ഫേമിനെ സംബന്ധിച്ച് എന്താ പറയുക, ചെറിയ എക്സ്പെൻഡിച്ചർ ഒക്കെ അവർ വിട്ടുകളയും. ഇത്രയുമാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾ. അടുത്തതായിട്ട് നമ്മൾ ഈ ടോപ്പിക്കിൽ നിന്ന് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അതിനകത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഇത് 114/2025 KFC അസിസ്റ്റന്റിന്റെ 2025 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് വിത്ത് ദെയർ എക്സ്പ്ലനേഷൻ. കോളം എയിൽ പറയുന്നത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്, എൻറ്റിറ്റി കൺസെപ്റ്റ്, അക്രൂവൽ കൺസെപ്റ്റ്. കോളം ബിയിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. എ, business and owner are separate entities. B, business will continue for the foreseeable future. C, only transactions measurable in money are recorded. D, revenue and expenses are recorded,
when they are incurred, not when cash is paid or received. ഇത് നമ്മൾ മാച്ച് ദ ഫോളോയിങ് പോലെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക. ഒന്നാമത്തേത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ബിസിനസ്സിന് ഇൻഡെഫിനിറ്റ് പീരീഡ് കാലാവധി ഉണ്ട്. അതായത് ബിസിനസ് കണ്ടിന്യൂ ചെയ്യും, ഫ്യൂച്ചറിലും അവരുടെ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതല്ലേ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അപ്പം ഒന്നാമത്തേത് എങ്ങോട്ടേക്കായിരിക്കും? ഓപ്ഷൻ ബിയിലേക്കും, ഓപ്ഷൻ അല്ല കോളം ബിയിലേക്ക് പോകും. രണ്ടാമത്തേത് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ റെക്കോർഡ് ചെയ്യുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം മണി മെഷർമെന്റ് കൺസെപ്റ്റ് കോളം സിയിലേക്ക് പോകും അല്ലേ? ഓൺലി ട്രാൻസാക്ഷൻസ് മെഷറബിൾ ഇൻ മണി ആർ റെക്കോർഡഡ്. അപ്പം 2 സി. അടുത്തത് മൂന്നാമത്തെ എൻറ്റിറ്റി കൺസെപ്റ്റ്. എൻറ്റിറ്റി കൺസെപ്റ്റിൽ എന്തായിരുന്നു പറഞ്ഞത്? ബിസിനസ് ആൻഡ് ഓണർ ആർ സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. അവർ രണ്ടും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം 3 ഏതായിരിക്കും? എ. നാലാമത്തേത് അക്രൂവൽ കൺസെപ്റ്റ്. അക്രൂവൽ കൺസെപ്റ്റിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കോർഡഡ് വെൻ ദേ ആർ ഇൻക്വേർഡ്, നോട്ട് വെൻ ക്യാഷ് ഈസ് പെയ്ഡ് ഓർ റിസീവ്ഡ്. ക്യാഷ് റിസീവ് ചെയ്യുന്നതോ പേ ചെയ്യുന്നതോ നോക്കിയിട്ടല്ല, അത് എപ്പോഴാണ് എക്സ്പെൻസ് ഇൻക്വേർഡ് റവന്യൂ ഏൺഡ് എപ്പോഴാണോ അപ്പോഴാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അക്രൂവൽ കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നാലാമത്തേത് ഏതായിരിക്കും? ഡി. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും 114/2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ പ്രിൻസിപ്പിൾ ദാറ്റ് റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ് റിഗാർഡ്ലെസ് ഓഫ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ മാച്ചിങ് പ്രിൻസിപ്പിൾ, ബി റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ, സി കോസ്റ്റ് പ്രിൻസിപ്പിൾ, ഡി കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. ഇതിനകത്ത് ഏതായിരിക്കും? നമ്മൾ റവന്യൂ അത് ഏൺ ചെയ്യുന്ന സമയത്താണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. റിഗാർഡ്ലെസ് ക്യാഷ് റിസീവ് ചെയ്യുന്നത് നോക്കേണ്ട ആവശ്യമില്ല, അത് ഏൺ ചെയ്യുന്ന സമയത്ത് റെക്കഗ്നൈസ് ചെയ്യണമെന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതായിരുന്നു? റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മാച്ചിങ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? നമ്മുടെ ഏത് റവന്യൂ ഏൺ ചെയ്ത അതേ ഇതിൽ തന്നെ എക്സ്പെൻസും റവന്യൂവും തമ്മിൽ മാച്ച് ആകണമെന്ന് പറയുന്നത് അല്ലേ? ബാക്കി എന്തായിരുന്നു? കോസ്റ്റ് പ്രിൻസിപ്പിൾ. അസറ്റ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് അത് പർച്ചേസ് ചെയ്ത് അക്വിസിഷന്റെ സമയത്തുണ്ടായിരുന്ന പർച്ചേസ് വാല്യൂ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്നത് കോസ്റ്റ് പ്രിൻസിപ്പിൾ. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്തായിരുന്നു? കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ മെത്തേഡ് തന്നെ ഇയർ ടു ഇയർ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യണം അല്ലേ? ഇതാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Which of the following statements about financial accounting principles are correct? ഒന്നാമത്തേത്, the accrual concept requires that revenue and expenses be recorded when they are incurred, not when cash is received or paid. രണ്ട്, the matching principle ensure that expenses related to revenue are recognized in the same accounting period as the revenue. 3. The prudence concept states that revenue should be recognized as soon as it is reasonably possible, but expenses should not be deferred. 4. The going concern concept assumes that a business will not continue its operation indefinitely. ഇതിലെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതൊക്കെയായിരിക്കും? ബി ആക്രുവൽ കൺസെപ്റ്റ് കറക്റ്റ് അല്ലേ പറയുന്നത്? റവന്യൂ ആൻഡ് എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യുന്നത് അത് ഇൻക്യൂർ ചെയ്യുമ്പോഴാണ്, ക്യാഷ് ഓർ റിസീവ് പെയ്ഡ് ചെയ്യുന്ന സമയത്തല്ല എന്ന് പറയുന്നത് ശരിയല്ലേ? അടുത്തത് മാച്ചിങ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? അത് തന്നെ അല്ലേ? ദാറ്റ് എക്സ്പെൻസ് റിലേറ്റഡ് ടു റവന്യൂ ആർ റെക്കഗ്നൈസ്ഡ് ഇൻ ദി സെയിം അക്കൗണ്ടിംഗ് പീരീഡ് ആസ് ദി റവന്യൂ അല്ലേ? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ സെയിമിൽ തന്നെ എന്ത് ചെയ്യണം? അതുമായി റിലേറ്റഡ് ഉള്ള എക്സ്പെൻസും ഇത് ചെയ്യണമെന്ന് പറയുന്നതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. കറക്റ്റ് അല്ലേ? 1ഉം 2ഉം കറക്റ്റ് ആണ്. അടുത്തത് 3 എന്താ പറയുന്നത്?
3 പറയുന്നത് റവന്യൂ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് റീസണബിളി പോസിബിൾ ബട്ട് എക്സ്പെൻസ് ഷുഡ് ബി ഡിഫേർഡ്. അതായത് ഇവര് പറയുന്നത് റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം ബട്ട് എക്സ്പെൻസ് വേണ്ടാന്ന്. പക്ഷെ ആക്ച്വലി അങ്ങനെയാണോ? അല്ല. എന്താണ്, നമ്മൾ എക്സ്പെൻസുകളാണ് റെക്കഗ്നൈസ് ചെയ്യുക, ഒരിക്കലും നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുകയില്ല അല്ലേ? അപ്പൊ 3 എന്തായിരിക്കും? കറക്റ്റ് അല്ല. അപ്പൊ 3 ഓപ്ഷനിലുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ ബിയും സിയും എന്തായി? ഓൾറെഡി കട്ടായി. അടുത്തത്, the going concern concept assumes that a business will not continue its operation indefinitely. Going concern concept എന്താ പറയുന്നത്? ശരിക്കും എന്താ പറയുന്നത്? ബിസിനസ് എന്ത് ചെയ്യും? ഇൻഡെഫിനിറ്റ്ലി പീരിയഡിലേക്ക് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? വിൽ നോട്ട് കണ്ടിന്യൂ ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻഡെഫിനിറ്റ്ലി. അപ്പം ഓപ്ഷൻ 4ഉം എന്തായിരിക്കും? കറക്റ്റ് ആണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഡി ഓപ്ഷനും കട്ടായി. അപ്പോൾ ഏതൊക്കെയായിരിക്കും? 1 and 2 ആണ് കറക്റ്റ് ആയിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ, the accounting concept which assumes the proprietor as creditor to the extent of his capital is option A going concern, B business entity, C dual aspect, D cost. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഏതായിരിക്കും ഇതിനകത്ത് ഉത്തരം? ഗോയിങ് കൺസേൺ പറയുന്നത് ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് പോകുന്നു. ഡ്യുവൽ ആസ്പെക്ട് എന്താ പറയുന്നത്? ഒരു ട്രാൻസാക്ഷന് രണ്ട് ഡ്യുവാലിറ്റി അല്ലേ, രണ്ട് ആസ്പെക്ട് ഉണ്ടെന്ന് പറയുന്നത്. കോസ്റ്റ് എന്തായിരുന്നു പറയുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പം ഒരു പ്രൊപ്പറേറ്റർ ബിസിനസിനെ സംബന്ധിച്ച് ഒരു ക്രെഡിറ്റർ, അയാള് പ്രൊപ്പറേറ്റർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് ക്യാപിറ്റൽ അല്ലേ? അത് ബിസിനസ്സിന് ഒരു ലയബിലിറ്റിയാണ്. അപ്പൊ ആ പ്രൊപ്പറേറ്റർ ഒരു ക്രെഡിറ്റർ ആണ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. കാരണം ബിസിനസ്സും ഓണറും രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. ബിസിനസിനെ സംബന്ധിച്ച് ഓണർ പോലും എന്തായിരിക്കും? ക്രെഡിറ്റർ ആയിരിക്കും. അത് ആ പറയുന്ന കൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, the charging of depreciation on fixed asset is based on option A money measurement concept, B cost concept, C dual aspect concept, D cost of conservatism. ഇതിനകത്ത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണേ. മണി മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താണ്? മോണിറ്ററി ടേംസിലുള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ അല്ലേ? ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുന്നത് ഡ്യുവാലിറ്റി, ഒരു ട്രാൻസാക്ഷന് രണ്ട് ആസ്പെക്ട് ഉണ്ടെന്ന് പറയുന്നത്. കൺസർവേറ്റീവ്സ് എന്താ? ആന്റിസിപ്പേറ്റ് ഓൾ പോസിബിൾ ലോസസ് ബട്ട് നോട്ട് പ്രോഫിറ്റ്. അപ്പം ഇതിനകത്ത് ഓപ്ഷനിൽ വരുന്നത് ബി ആണ്. ബി എന്ന് പറയുന്നത് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ആ അന്ന് വാങ്ങിയ പൈസ എത്രയാണോ ആ വാല്യൂവിലായിരിക്കും അസറ്റ് റെക്കോർഡ് ചെയ്യുക. അതിനുശേഷമാണ് ഓരോ ഇയറിൽ ഒരു നിശ്ചിത ഡിപ്രീസിയേഷൻ അല്ലെ, ഫിക്സ്ഡ് അസറ്റ് നിശ്ചിത എമൗണ്ട് അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അക്കോർഡിംഗ് ടു ദിസ് accounting principle, the inventory is valued at cost price or market price, whichever less. Option A materiality principle, B conservatism principle, C consistency principle, D matching principle. അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും? ബി ആയിരിക്കും അല്ലേ? കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ. അതിനകത്ത് എന്താ പറയുന്നത്? നമ്മൾ എന്ത് ചെയ്യും? ആന്റിസിപ്പേറ്റഡ് ലോസസ് റെക്കോർഡ് ചെയ്യും, പക്ഷെ ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യില്ല? റെക്കോർഡ് ചെയ്യില്ല. അപ്പം ഇൻവെന്ററി എന്ത് ചെയ്യും? നമ്മൾ ഏറ്റവും ലോവർ കോസ്റ്റിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതായത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസോ വിച്ചെവർ ഈസ് ലെസ്, ഏറ്റവും ലോവർ കോസ്റ്റിലായിരിക്കും ഇൻവെന്ററി നമ്മൾ റെക്കോർഡ് ചെയ്യുക. കാരണം അസറ്റ് നമ്മൾ ഓവർ സ്റ്റേറ്റ് ചെയ്യാതെ, അതായത് ഓവറായിട്ട് വാല്യൂ കാണിക്കാൻ നമുക്ക് പറ്റില്ല അല്ലേ? നമ്മൾ കൺസർവേറ്റിസത്തിൽ എന്താ പറയുന്നത്? പ്രോഫിറ്റോ അതെ നമ്മൾ അസറ്റ്സിനെ ഒക്കെ എന്തായാലും ഓവറായി കാണിക്കില്ല അല്ലേ? അതുകൊണ്ട് തന്നെ ലോവർ കോസ്റ്റിലാണ് അസറ്റ് വാല്യൂ ചെയ്യുക. അപ്പം ഇത് ഏത് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടായിരിക്കും? കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an item is valued at the exchange price at the date of acquisition and shown in the financial statement at that value or an amortized portion of it. This is as per the principle of option A full disclosure, B cost, C materiality, D consistency. ഏതായിരിക്കും? നമ്മളിവിടെ പറയുന്നത് എന്താ പറയുന്നത്?
ഒരു ഐറ്റം അത് വാല്യൂ ചെയ്തിരിക്കുന്നത് എന്താണ്? ആ ഡേറ്റ് ഓഫ് അക്വിസിഷനിലുള്ള എക്സ്ചേഞ്ച് പ്രൈസിലാണ് നമ്മളത് വാല്യൂ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ പറയുന്നത് ഏത് പ്രിൻസിപ്പിൾ ആയിരിക്കും? തീർച്ചയായും കോസ്റ്റ് അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, when a sole proprietor decided to use same bank account for his business as well as personal affairs, the dash accounting principle is violated. Option A going concern, B entity, C objectivity, D materiality. ഏതായിരിക്കും വയലേറ്റ് ചെയ്യുക? ഒരു പ്രൊപ്പറേറ്റർ ഒരു സെയിം ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്തു. അയാളുടെ ബിസിനസ് പർപ്പസിനും പേഴ്സണൽ യൂസിനുമായിട്ട് സെയിം ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നു. അത് ഏത് അക്കൗണ്ട് പ്രിൻസിപ്പിൾ വയലേഷൻ ആണ്? എൻറ്റിറ്റി അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബിക്കോസ് ഓണറും ബിസിനസ്സും ഒരിക്കലും സെയിം അല്ല, അവർ സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. സോ അവർ ഒരു സെയിം ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്നത് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, as per the dash concept, capital is shown in the liability side of balance sheet. Option A entity concept, B dual aspect concept, C accrual concept, D going concern concept. ക്യാപിറ്റലിനെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ കാണിക്കാനുള്ള കാരണം അത് ഏത് കൺസെപ്റ്റ് പ്രകാരമായിരിക്കും? ഏതായിരിക്കും? ഓപ്ഷൻ എ എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലേ? കാരണം എന്താണ്? ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് പേഴ്സൺസ് ആണ്. അതുകൊണ്ട് തന്നെ ബിസിനസിനെ സംബന്ധിച്ച് ഓണർ ആരാണ്? ക്രെഡിറ്റർ ആണ്. ഓണർ തന്ന ഫണ്ട് എന്താണ്? അതൊരു ക്രെഡിറ്റ് ആയിട്ട് കിട്ടിയ ഫണ്ടാണ്. അത് ബിസിനസിനെ സംബന്ധിച്ച് ഒരു ഒബ്ലിഗേഷൻ ആണ്. അതുകൊണ്ട് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ് ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കണേ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റിപ്പീറ്റഡ് സെയിം കണ്ടില്ലേ? എൻറ്റിറ്റി കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടല്ലേ? അപ്പൊ സെയിം ആയിട്ട് വരുന്നത് കണ്ടോ? പക്ഷെ ഇതിട്ട് ചോദിക്കുന്നുമുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പറയുകയാണേ, business unit is separate and distinct from the person who supply capital is based on option A money measurement concept, B going concern concept, C accounting entity concept, D dual aspect concept. ഏതാണ്? ആലോചിക്കുക വേണ്ടല്ലേ? അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്, അതായത് സെപ്പറേറ്റ് ആണ് അല്ലേ? നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. മണി മെഷർമെന്റ് എന്തായിരുന്നു? മോണിറ്ററി ടേംസിലുള്ള സാധനം മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ഗോയിങ് കൺസേൺ ബിസിനസ്സിന് ഇൻഡെഫിനിറ്റ് പീരീഡ് ഉണ്ട് അല്ലേ? കണ്ടിന്യൂ ആയിട്ട് അവര് ബിസിനസ് നടത്തിക്കൊണ്ടേയിരിക്കും. ഇൻഡെഫിനിറ്റ് ഫ്യൂച്ചർ ഉണ്ടെന്ന് പറയുന്നത്. ഡ്യുവൽ ആസ്പെക്ട് എന്തായിരുന്നു? ഡ്യുവാലിറ്റി, അതായത് ഒരു ട്രാൻസാക്ഷന് രണ്ട് ആസ്പെക്ട് ഉണ്ട് എന്ന് പറയുന്നതാണ് ഡ്യുവൽ ആസ്പെക്ട്. ഓക്കെ, question, proprietors personal accounts are maintained on the basis of dash concept. Option A going concern, B revenue recognition, C business entity, D money measurement. ഇവിടെ കണ്ടില്ലേ, നമ്മൾ സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലേ വരുന്നത്. ഏതായിരിക്കും? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അവർ സെപ്പറേറ്റ് പേഴ്സൺ ആയതുകൊണ്ട് അവര് പേഴ്സണൽ അക്കൗണ്ട്സ് ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും അല്ലേ? അപ്പം സെയിം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു അല്ലേ? നമ്മൾ പഠിച്ചതുമായിട്ട് ഏകദേശം നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നില്ലേ? പ്രീവിയസിലാണെങ്കിൽ അത് ഒത്തിരി ചോദിക്കുന്നുണ്ട്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഒക്കെ കുറെ ചോദിക്കുന്നുണ്ട്. നമ്മൾ അത് മനസ്സിലാക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. സോ ഇന്ന് നമ്മൾ പഠിച്ചു തന്നെയായിരുന്നു അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾ ആണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.